നമസ്തേ, ഞാൻ ജയകുമാർ ശർമ്മ. വ്യാഴാഴ്ച എന്ന് പറയുന്ന ബൃഹസ്പതിയുമായി ബന്ധപ്പെട്ടാണ്, ദേവഗുരുവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ വ്രതത്തിന്റെ പ്രത്യേകത നമുക്ക് ഗുരുശാപങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ പൂർവികമായിട്ട് ബ്രാഹ്മണ ശാപമൊക്കെ ഏറ്റുവാങ്ങിയുള്ള ഭൂമിയിൽ താമസിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ക്ഷേമ ഐശ്വര്യങ്ങളുടെ വർധനവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ വ്യാഴാഴ്ചത്തെ വ്രതം. അന്ന് സാധാരണ സ്ത്രീകൾ തല നനയ്ക്കാതെ കുളിക്കണമെന്നാണ് നിയമം. അതുപോലെ തന്നെ അവർ അന്ന് ബൃഹസ്പതി അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ പൂജിക്കുക, അല്ലെങ്കിൽ കദളിവാഴ പൂജിക്കുക, മഞ്ഞ വസ്ത്രം ധരിക്കുക, അതുപോലെ ശംഖ് അത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദാനമായിട്ട് നൽകുക, ബ്രാഹ്മണ ഭോജനം കൊടുക്കുക, ബ്രാഹ്മണർക്ക് വസ്ത്രദാനാദികൾക്ക് നൽകുക അല്ലെങ്കിൽ ദാനമായി നൽകുക, അന്ന് സ്വയം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക, അതുപോലെ നെയ്യ് കൂട്ടിയുള്ള മധുരപലഹാരങ്ങൾ കഴിക്കുകയും അത് ഇങ്ങനെ ദാനം ചെയ്യുകയൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് അന്നത്തെ ഒരു വ്രതത്തിന്റെ പ്രത്യേകത. അന്ന് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് മഹാവിഷ്ണുവിനെ പൂജിക്കുന്നതും മഹാവിഷ്ണുവിന് ഇതുപോലുള്ള കാര്യങ്ങൾ